ദുബായ്ക്കാരി പെണ്ണിന്റെ നാട്ടിൻപുറത്തുകാരൻ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഇവിടേക്ക് എന്നിനി പുരോഗമനം വരാനാ എന്റെ മാമി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തിരക്കണ്ടപ്പോൾ ശരണ്യ നെടുവീർപ്പെട്ടു. കൗണ്ടറിൽ ആകെ ഒരാളായിരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യൂ. എപ്പോ ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാനാ? ഇവിടെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഒന്നുമില്ലേ? പൈസ ഞാൻ കൊടുത്തോളാം. ഇത് നിന്റെ ദുബായ് എന്നല്ല പെണ്ണെ. ഹേമ ചിരിച്ചു. നിന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഹരീഷ്ണ ഡോക്ടറെ ഞാൻ ഇത്രയും നാളായി കാണിക്കുന്നത്. പുള്ളിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടിയില്ലല്ലോ. ചേടാ, ഒരു പനിക്കാരെങ്കിലും കണ്ടാ പോരെ? പോരാ, നിനക്ക് ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിൽക്കാം. എന്നിട്ട് മാമന്റെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണായിരിക്കും. പോയി അവിടെ ഇരുന്നേ. ശരണ്യ ഹേമയെ ഹോസ്പിറ്റലിനകത്ത് കോറിഡോറിൽ കൊണ്ടിരുത്തി. ആരെങ്കിലും ചിരിച്ചാണിച്ച് നോക്കട്ടെ, ഇടയ്ക്ക് കയറാൻ വിട്ടാലോ? ദൈവത്തെ ഓർത്ത് കുരുത്തക്കേടൊന്ന് ഒപ്പിക്കല്ലേ സച്ചു. ഹേമ കൈകൂപ്പി. ഇങ്ങനെ പേടിക്കല്ലേ, ഇപ്പൊ വരാം. ശരണ്യ തിരിച്ച് കൗണ്ടറിലെത്തി. ക്യൂവിന് പിന്നെയും നീളം കൂടിയതുപോലെ. ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന അഴികളുള്ള ആ റൂമിന് 2 കൗണ്ടറുകളുണ്ട്. അകത്ത് സ്റ്റാഫ് ഒരാൾ മാത്രമേ ഉള്ളൂ. അവൾ ക്യൂവിലേക്ക് നോക്കി. സ്ത്രീകളായിട്ട് ആരെയും കാണാത്തതിനാൽ അവൾ വേഗം 2ാമത്തെ കൗണ്ടറിലേക്ക് നടന്നു. ഹലോ മാഡം, എവിടേക്കാ? ക്യൂവിൽ നിന്നും പരുഷമായ ഒരു ചോദ്യം കേട്ട് ശരണ്യ ഞെട്ടിത്തിരിഞ്ഞ്. ഒരു ചെറുപ്പക്കാരൻ, ബ്ലാക്ക് ഷർട്ടും കാവിലുങ്കിയുമാണ് വേഷം. ഇവിടെ ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുന്ന കണ്ടില്ലേ? ഈ കൗണ്ടറിൽ ആരുമില്ലല്ലോ, ലേഡീസിന് ഇവിടെ നിൽക്കാലോ? ആദ്യത്തെ ഞെട്ടൽ വിട്ടുമാറിയപ്പോൾ ശരണ്യ ചോദിച്ചു. പിന്നെ ഇത് പബ്ലിക് ടോയ്ലറ്റ് അല്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ കൊടുക്കാൻ. എന്റെ കൊച്ചെ വേണമെങ്കിൽ പുറകിൽ പോയി നിൽക്ക്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തന്റെ നേരെയാണെന്ന് മനസ്സിലായതോടെ അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി. അതോടൊപ്പം ദേഷ്യവും. ഇത്രയും ആളുകൾക്ക് ഇല്ലാത്ത പ്രശ്നം തനിക്കെന്തിനാടോ? ഇടയ്ക്ക് കയറാമെന്നോ പോരാ, ഡയലോഗ് അടിക്കുന്നോ? ഇവിടെ ലേഡീസിന് റിസർവേഷൻ ഒന്നുമില്ല. അവന്റെ ശബ്ദം ഉച്ചത്തിലായി. സാരല്ല, പോട്ടെ, അതൊരു പെങ്കൊച്ചല്ലേ. ക്യൂവിൽ നിന്ന് ഒരാൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ആണോ? എന്നാ ചേട്ടന്റെ മോന് കെട്ടിച്ചു കൊടുത്തോ. ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഓരോ അസുഖമുള്ളവരാ. ഇവൾക്ക് മാത്രം എന്താ പ്രത്യേകത? ശരിയാ, തന്നെ കണ്ട അസുഖമുള്ള പോലെ ഒന്നുമില്ലല്ലോ. തനിക്കെന്താ മൂലക്കുരാണോ? ശരണ്യം വിട്ടുകൊടുത്തില്ല. അതെടി, നിനക്കാണോ? പ്രശ്നം വസലാവുമെന്ന് മനസ്സിലായതോടെ അവന്റെ പുറകിൽ നിന്നൊരാൾ അവളെ കൈകാട്ടി വിളിച്ചു. മോൾക്ക് ഞാൻ ഒ പി ടിക്കറ്റ് എടുത്തു തരാം. അവൻ തിരിഞ്ഞയാൾ അടിമുടി നോക്കി. എന്റെ നന്മമരമേ, നമിച്ചു. അനിയാ, ഒന്ന് നിർത്ത്. ആ കുട്ടി ഇടയിൽ കയറുന്നില്ലല്ലോ. നിനക്ക് ചീട്ട് കിട്ടിയ ശേഷം അവൾക്ക് കിട്ടു. അതുപോലെ മതി. ഒരു പെണ്ണായതുകൊണ്ടല്ലേ ചേട്ടൻ സഹായിച്ച്. ഇവിടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആട്ടില്ലേ? വിജയ് ഭാഗത്തിൽ നിൽക്കുന്ന ശരണ്യെ ഗോനിക്കാതെ അവൻ വീണ്ടും എന്തൊക്കെയോ പിറിവിറുത്തു. ഒടുവിൽ ഒ പി ടിക്കറ്റ് വാങ്ങി ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു. തനിക്ക് ടിക്കറ്റ് എടുത്തുന്ന ആളോട് നന്ദി പറഞ്ഞ് ശരണ്യ വേഗം ഹേമയുടെ അടുത്തെത്തി. ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഹേമ അത്ഭുതപ്പെട്ടു. കിട്ടിയതിന്റെ പിന്നിലെ കഥയൊന്നും പറയാതിരിക്കുക ഭേദം. വാ, ഹരീഷ്ണ ഡോക്ടറെ അടുത്ത് തിരക്കുറവാണെന്ന് തോന്നുന്നു. 6ാമത്തെ ടോക്കണാ. അകത്ത് ഡോക്ടേഴ്സിന്റെ 4 കൺസൾട്ടേഷൻ റൂമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ വാതിൽക്കൽ നേരത്തെ വഴക്കുണ്ടാക്കിയ ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. ആളെ അവൻ കണ്ടില്ല. ശ്രദ്ധ ഫോണിലാണ്. ഊഴമെത്തിയപ്പോൾ ശരണ്യ ഹേമയും കൊണ്ട് അകത്ത് കയറി. ആരാ ഇത്? ഹേമയോ? വാ, ഇരിക്ക്. ഡോക്ടർ ഹരീഷ്ണൻ പരിചിത ഭാവത്തിൽ ചിരിച്ചു. എന്തു പറ്റി? ഇന്നലെ രാത്രി മുതൽ നല്ല പനിയാ ഡോക്ടറെ. വൈറൽ ഫീവർ ആവും. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. ഡോക്ടർ സ്റ്റെത്ത് എടുത്തുകൊണ്ട് പരിശോധിച്ചു തുടങ്ങി. ഇടയ്ക്ക് അയാൾ ശരണ്യെ നോക്കി. ഇതാരാ? ഭർത്താവിന്റെ ചേച്ചിയുടെ മകളാ, ശരണ്യ. ആണോ? എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലൊരു കമ്പനിയിലെ അക്കൗണ്ടന്റാ ഡോക്ടർ. മറുപടി പറഞ്ഞ ശരണ്യാണ്. ഗുഡ്. വെക്കേഷൻ ആയിരിക്കുമല്ലേ? അതെ, കുറച്ച് ദിവസം ഇവിടെ കൂടെ താമസിക്കാൻ വന്നാ. നന്നായി. ഈ ഹേമയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിസ്സാര എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്കും തളർന്നു പോകും. തനിക്ക് കാര്യമായിട്ട് എന്തുകൊണ്ടെന്നാ പേടി. നെഞ്ചിരിച്ചിലായിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുക ഹാർട്ട് അറ്റാക്ക് വരുന്നതാണോ ഡോക്ടറെ എന്ന്. ലക്ഷണങ്ങളൊക്കെ ഗൂഗിൾ അടിച്ചു നോക്കി ഈ ലോകത്തുള്ള സകല രോഗങ്ങളും തനിക്കൊണ്ട് നിർത്തി ടെൻഷൻ അടിക്കുന്ന പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. ഞങ്ങളുടെ ഭാഷയിൽ അസുഖത്തിന് ഹൈപ്പോകോൺട്രിയ എന്ന് പറയും. ഡോക്ടർ കളിയാക്കി. പിന്നെ മരുന്ന് കുറിച്ച് തുടങ്ങി. 5 ദിവസത്തേക്ക് ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, മാറിക്കോളും. തൽക്കാലം തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. ഹേമ അതും വാങ്ങി എഴുന്നേറ്റു. ഡോറിനടുത്തെത്തിയപ്പോൾ ശരണ്യ തിരിഞ്ഞു. ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് കൊടുക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ. ശരിക്കും രോഗികളെ ബുദ്ധിമുട്ടിക്കലല്ലേ ഇത്? എടി വേണ്ട. ഹേമ തടയാൻ ശ്രമിച്ചു. എല്ലാവരും കൂടെ ആളുകളെയും കൊണ്ടല്ലേ വരുന്നത്. ആ ക്യൂവിൽ മിക്കവാറും ആരെങ്കിലും കുഴഞ്ഞു വീഴും. എന്ത് ചെയ്യാനാ ശരണ്യ? ഇതൊരു സർക്കാർ ഹോസ്പിറ്റലല്ലേ, അതിൻ്റെതായ പരിമിതികളുണ്ടാവും. നിങ്ങളിപ്പോൾ പൊതുജനാണ് പരാതിപ്പെടേണ്ടത്. ഇലക്ഷൻ അടുത്തില്ലേ? പാർട്ടിക്കാർ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പറഞ്ഞു നോക്ക്, ചിലപ്പോൾ ഫലം ഉണ്ടാവും. ഡോക്ടർ ഹരീഷ്ണ പുഞ്ചിരിച്ചു. നിന്റെ നാവിച്ചിരി കൂടുന്നുണ്ട്. പുറത്തിറങ്ങിയടനെ ഹേമ അവരുടെ കയ്യിൽ നിന്നുള്ളി. ആ ഡോക്ടർ പാവായ നിന്റെ ഭാഗ്യം. ഉള്ളതല്ലേ പറഞ്ഞ്. നേരത്തെ ക്യൂ നിൽക്കാൻ പോയപ്പോൾ ഏതൊരുത്തിന്റെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. അവിടെ ഒരു സ്റ്റാഫ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം വരുമോ? നിന്നോട് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. അറിയാലോ. അപ്പം അവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കേ. എടി, ഞാൻ ആ ലാബ് വരെ പോയിട്ട് വരാം. എൻ്റെ ഒരു പരിചയക്കാരി അവിടെ ഉണ്ട്. സ്ഥിരം ഇവിടെ വന്ന് ഫ്രണ്ട്സൊക്കെ ആയോ? അതൊന്നല്ല, എൻ്റെ കൂടെ പഠിച്ചതാ.
ശരി, പെട്ടെന്ന് വന്നേക്കണം. ശരണ്യ ഫാർമസിയുടെ നേരെ നടന്നു. അവിടെയും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. വേറെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായതോടെ അവളും ക്യൂവിൽ നിന്നു. ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ആരവളുടെ അടുത്തത് കയ്യിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുത്ത് ഈ മരുന്ന് കൂടി വാങ്ങിക്കോ പറഞ്ഞതാരാണെന്ന് അവൾ മുഖമുയർത്തി നോക്കും മുമ്പ് അയാൾ കുറച്ചകലേക്ക് മാറി. ദേ നിൽക്കുന്നു നേരത്തെ ബഹളം ഉണ്ടാക്കിയവൻ. ശരണ്യ ചോദ്യഭാവത്തിൽ അവൻ നോക്കി. അവൻ അവളുടെ കയ്യിലേക്ക് വിരൽ ചൂണ്ടി. അവൾ പറ്റില്ലെന്നർത്ഥത്തിൽ തലയാട്ടി. അതോടെ അവൻ കണ്ണുരുട്ടി, ഭീഷണി പോലെ. ആ കടലാസ് വലിച്ചീറുന്ന അവൾ ആംഗ്യം കാണിച്ചപ്പോൾ അവൻ തിരിച്ചത് എൻ്റെ എന്ന ആംഗ്യഭാഷയിൽ പറഞ്ഞു. പിന്നീട് ഓർമ്മടുത്ത് ചെയറിലിരിക്കുന്ന പ്രായമായ സ്ത്രീയെ കണ്ണു കാണിച്ചു. അപ്പോഴാണ് ശരണ്യ അതിലെ പേര് നോക്കുന്നത്. നാരായണി, 64 വയസ്സ്. അതോടെ അവൾ ദേഷ്യം പണിപ്പെട്ട് നിയന്ത്രിച്ചു. ഫാർമസിയിൽ നിന്ന് ആദ്യം ഹേമയുടെയും പിന്നെ ആ ചെറുപ്പക്കാരനെയും മരുന്നുകൾ വാങ്ങി നേരെ അവന്റെ അടുത്തെത്തി. ഇന്നാ അവനത് വാങ്ങി. ഇപ്പൊ മനസ്സിലായിടോ ബുദ്ധിമുട്ട്? നേരത്തെ എന്തൊരു പട്ടിഷയായിരുന്നു. എന്റെ സ്വഭാവത്തിന് തന്നെ ചവിട്ടി കൂട്ടേണ്ടതാ. ഞാൻ ഈ ഹെൽപ്പ് ചെയ്തേ തന്നെ ഓർത്തല്ല, ആ അമ്മയ്ക്ക് വേണ്ടിയാ. അവരെ കാണുമ്പോൾ തന്നെ അറിയാം പാവാണെന്ന്. കൂടെ പ്രായമായ അമ്മയുണ്ടായിട്ടും ഒരു പെണ്ണിനോട് മെക്കിട്ട് കയറിയ താനൊക്കെ മനുഷ്യൻ തന്നെയാണോ? ആദ്യം മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇപ്പോഴും തന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കാത്തേ തന്റെ അമ്മയുള്ളതുകൊണ്ടാ. അവരെന്റെ അമ്മയൊന്നുമല്ല. പിന്നെ? ആ ദൈവത്തിനറിയാം. ഞാൻ ആ കടയിൽ നിന്ന് ലോട്ടറി വാങ്ങിയായിരുന്നു. അപ്പോഴാ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവരെ കണ്ടത്. കൈ പിടിച്ച് ഇവിടെ എത്തിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്തു, അത്രമാത്രം. അവൻ കണ്ണിറുക്കി ചിരിച്ചു. എന്നാലും താങ്ക്സ്. അതുപോലെ സോറി നേരത്തെ മോശമായി പെരുമാറിയതിന്. അവൻ കുറച്ച് മുന്നോട്ട് നടന്നു. പിന്നെ എന്തോർത്ത പോലെ തിരിച്ച് അവളുടെ അടുത്തെത്തി. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ ഈ ജീൻസിന്റെ അവിടെ ഇവിടെ കീറി വെച്ചിരിക്കുന്നത്? എടോ ഞാൻ കീറിയതല്ല, ഇത് ഫാഷനാ, ഇങ്ങനെ തന്നെയാ. എന്നാ അവന് ട്രൗസർ ഇട്ടാ പോരെ? പൊക്കി പറയാനും തോന്നരുത്, തനിക്ക് തീരെ ചേരുന്നില്ല. അവൾ പ്രതികരിക്കും മുമ്പ് അവൻ വേഗത്തിൽ ആ വൃദ്ധയുടെ അടുത്ത് നിന്ന് അവരെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു. എന്താടി വായും പൊളിച്ച് നിൽക്കുന്നേ? ഹേമയുടെ ചോദ്യം കേട്ട് ശരണ്യൻ ഞെട്ടി. ഒന്നുമില്ല, ഒരു വട്ടി കേസ്. വട്ടി കേസോ? ആ, ഇവിടെയുള്ളവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, വാ പോവാം. ആ ഒരു ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി. ശരണ്യെ ചുറ്റും നോക്കിയെങ്കിലും അവൻ അവിടെയൊന്നും കണ്ടില്ല. മാമിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു. നീയല്ലേ പറഞ്ഞ രസം ഉണ്ടാക്കണമെന്ന്? തക്കാളിയില്ല, അത് ഗോപാലന്റെ കടയിൽ നിന്ന് വാങ്ങാം. ഹേമ പുറകിൽ കയറിയതോടെ അവൾ സ്കൂട്ടി മുന്നോട്ടെടുത്തു. വീട്ടിലേക്കുള്ള യാത്രയിൽ അവളുടെ മനസ്സ് നിറയെ ആ ചെറുപ്പക്കാരനായിരുന്നു. ആരാണവൻ? കണ്ടാൽ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. 30 വയസ്സ് പ്രായമുണ്ടാവുമായിരിക്കും. ക്യൂ തെറ്റിക്കാൻ ശ്രമിച്ചതിന് തന്നോട് ചൂടായ ഒരുത്തൻ. പക്ഷെ ആരാണെന്ന് പോലും അറിയാത്തൊരു അമ്മയ്ക്ക് വേണ്ടിയാണ് അവൻ ഹോസ്പിറ്റലിൽ സമയം ചെലവഴിച്ച്. അതറിഞ്ഞപ്പോൾ ചെറിയൊരു ബഹുമാനം തോന്നിയതാണ്. പക്ഷേ യാതൊരു പരിചയമില്ലാത്ത തന്റെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞിട്ട് വളരെ കൂളായി അവൻ പോയി. എന്തുകൊണ്ട് നല്ല തെറി വിളിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല? അവനെ പോലെ ഒരുത്തന്റെ മുമ്പിൽ എന്തിനു നിശബ്ദയായി? അവൾക്ക് ഉത്തരം കിട്ടിയില്ല. നീ പെട്ടെന്ന് തിരിച്ചു പോകുന്നുണ്ടോ? രാത്രി അത്താഴം കഴിക്കവേ സജീവൻ ശരണ്യോട് ചോദിച്ചു. മാമനെന്നെ പറഞ്ഞുവിടാൻ തിരക്കായോ? ഇന്ന് രാത്രി വന്നല്ലേ ഉള്ളൂ ഞാൻ. ഇന്ന് നേരം പുലരുമ്പ് മാമിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ ഇവിടെ കറിഞ്ഞ് സന്ധ്യയ്ക്ക് അവിടെ എത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ രാവിലത്തെ ട്രെയിൻ തന്നെ പോയിക്കോളാം. ശരണ്യ മുഖം വീർപ്പിച്ചു. എടി മണ്ടൂസെ, നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമില്ല, ദുബായിൽ പോകുന്നുണ്ടോന്നാ ചോദിച്ചത്. അമ്മയുടെ വിവരക്കേട് മോൾക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ട്. സജീവൻ പറയുന്നതായിട്ട് ഹേമ പൊട്ടിച്ചിരിച്ചു. അതാണോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും കമ്പനി നോക്കണം. മലയാളി ബോസിന്റെ കൂടെ മടുത്തു. എന്ത് ചെയ്താലും കുറ്റം. ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് അങ്ങനെ തലക്കടിച്ചാലെന്ന് വരെ തോന്നും. പോരായിട്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ശരിയാവുന്നില്ല. രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകും, വൈകിട്ട് റൂമിലെത്തി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കി കഴിച്ചുറങ്ങും. പിറ്റേന്ന് സെയിം. ബോറടിച്ചു തുടങ്ങി. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? നീ ഇത് കേട്ടോ ഹേമേ? എല്ലാ വീക്കെൻഡിലും പാർട്ടി പബ് എന്ന് പറഞ്ഞ് പോകുന്നവളായി പറയുന്നത്. നീ എന്താടി കരുതിയത് ഞാനൊന്നും അറിയുന്നില്ലെന്നോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ശരണ്യ ചമ്മി. ആരീ അപവാദം പറഞ്ഞെന്ന്? അപവാദോ? നീ നിന്റെ കൂട്ടുകാരി മെർലിൻ അശ്വതി, പിന്നെ നിന്റെ ഓഫീസിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അനന്തു, അവന്റെ ഫ്രണ്ട് വിശാല്, പിന്നെ ഒരു കൊൽക്കത്തക്കാരൻ സന്തു വിശ്വാസ്. നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് ബാറിൽ പോവാറുണ്ട്. അവിടെ നന്നായിട്ട് അറുമാദിക്കാറുണ്ട്. ആണോടി? ഹേമ അവളെ നോക്കി. ഏയ് അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും. നിന്റെ അമ്മയെ ഞാനൊന്ന് വിളിക്കട്ടെ. മോള് ഗൾഫിൽ പോയത് ഇതിനാണോന്ന് അറിയണല്ലോ. പൊന്നു മാമി ചതിക്കല്ലേ, ഞാനങ്ങനെ കുടിക്കാറൊന്നുമില്ല. നാളില്ല എനിക്കിത് പറയാൻ. നിനക്ക് എത്രയാ വയസ്സ്? ഇനി എന്ത് വിശ്വസിച്ചില്ല നിന്നെ അയക്ക? വേണ്ട, നിർത്തിക്കോ. എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം. ഹേമ സജീവന്റെ നേരെ തിരിഞ്ഞിരുന്നു. നല്ല മാമൻ, ഇവളിങ്ങനെ ഓരോ കുരുത്തിക്കേട് ഒപ്പിക്കുന്ന അറിയിട്ടും നിങ്ങൾ ഇതുവരെ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അറിയാത്ത നാടാ, ഏതോ ആൾക്കാരും, അതോ ആമ്പിള്ളേര് വരെ. എന്തെങ്കിലും സംഭവിച്ചാലോ? ഹേമയെ നിന്റെ നാട്ടിൻപുറൊന്നും അല്ലാത്. പിന്നെ ഇവളുടെ കാര്യം എനിക്ക് ഇവളെ ഒത്തിരി വിശ്വാസമാണ്. എന്നെ ഇവളുടെ അച്ഛനെയും അമ്മയും പറ്റിക്കുന്നൊന്നും ഇവള് ചെയ്യില്ല. ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തുപോയി എൻജോയ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ലല്ലോ. ഈ താണെന്റെ മാമൻ. ലവ് യു ചക്കരേ. ശരണ്യ ഒരു ഫ്ലൈയിങ് കിസ് ആ ജീവന് സമ്മാനിച്ചു. അതുകൊട്ടെ, വേറെന്തൊക്കെ കുറിച്ച് കണ്ടുപിടിച്ചു? നിന്നെ വിശാല് പ്രപ്പോസ് ചെയ്തിരുന്നു. നീ അതിന് അന്തസ്സായിട്ട് അവനെ തെറി വിളിച്ചു. അതിനുശേഷം അവൻ നല്ല കുട്ടിയാ. അതും അറിഞ്ഞോ?
മാമനടുത്ത ബാങ്കിൽ തന്നെയാണോ പണി, അതോ ദുബായ് CID ഡിപ്പാർട്ട്മെന്റിലോ? ഏത് രാജ്യത്ത് പോയി നീ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ സമ്മാനത്തിന് വേണ്ടി ഞാൻ അന്വേഷിക്കുന്ന. കുഴപ്പമില്ല, ആരാ ചാരൻ? അത് പറയില്ല മോളെ, എനിക്കിനി ആവശ്യമുള്ളതാ. വേണ്ട, നിങ്ങൾ പോലെ മാമ കൂടെ ഉണ്ടല്ലോ, എവിടെ പോയാലും ഞാൻ സേഫാണെന്ന് മനസ്സിലായി. ആൾ കഴിച്ചു മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി വീണ്ടും അവിടെ വന്നിരുന്നു. നിങ്ങളുടെ പരിപാടി എന്താ, ട്രീറ്റ്മെന്റ് നടക്കുന്നില്ലേ? ആളോട് ചോദിച്ച ഹേമയുടെ മുഖം വാടി. വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല മാമി, വയസ്സ് കൂടുന്നവർ റിസ്ക് കൂടില്ലേ? ഒരു കുഞ്ഞ് എന്ന സ്വപ്നം ആർക്കായില്ലാത്ത സച്ചു, ഇനി IVF മാത്രം വഴിയെന്ന ഡോക്ടർ പറയുന്നു. എങ്കിലും അത് ചെയ്യണം, ഇന്നത്തെ കാലത്ത് അതൊക്കെ കോമൺ അല്ലേ, വെറുതെ സങ്കടപ്പെടേണ്ട, എല്ലാം നടക്കും. ആൾ എഴുന്നേറ്റ് ഹേമയുടെയും സജീവനെയും കവിളിലെ ഓരോ ഉമ്മ കൊടുത്തു. രണ്ടാളും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, രാവിലെ തരാട്ടോ, ഇപ്പൊ തീരെ വയ്യ, ഞാൻ ഇറങ്ങട്ടെ. മെഡിസിൻ കഴിക്കണേ മാമി. തനിച്ച് കിടക്കാൻ പേടിയുണ്ടോടി? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടന്നോ. പേടിയോ? എനിക്കോ? കൊള്ളാം. ഗൾഫിൽ പോയത് പിന്നെ നല്ല മാറ്റമുണ്ടല്ലോ ഹേമേ. ആകാശങ്ക സിനിമ TV-യിൽ കണ്ടിട്ട് രാത്രി പേടിച്ചിട്ട് കിടക്കയിൽ മൂത്രമൊഴിച്ച ആളായത്. അന്ന് ഞാൻ ചെറുതല്ലേ, +2 പഠിക്കുന്നതാണോ ചെറിയ കുട്ടി? ദുഷ്ട. ആൾ കൊഞ്ഞനും കുത്തിക്കൊണ്ട് മുകളിലെ മുറിയിലേക്ക് നടന്നു. ബെഡിൽ കിടന്ന ആദ്യം വീട്ടിലേക്കും പിന്നെ ദുബായിലെ ഫ്രണ്ട്സിനെയും വിളിച്ച് കുറച്ചേരം സംസാരിച്ചു. പിന്നെ ഫോൺ ചാർജിലിട്ട് ജനൽ തുറന്നു. തണുത്ത കാറ്റ് അനുവാദം കൂടാതെ അകത്തേക്ക് ഇരച്ചു കയറി അവിടെ പുണർന്നു. നല്ല നിലാവുണ്ട്, ശാന്തമായ രാത്രി, മനസ്സിന് നല്ല സന്തോഷം. ആൾ വീണ്ടും കിടന്ന് കണ്ണുകൾ അടച്ചു. കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് പോറ്റിടും പെരിയോനല്ല, ആലമുൽവൈബായവനല്ല. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. മനോഹരമായ സ്ത്രീ ശബ്ദം. ശരണ്യ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇനി എന്തെങ്കിലും വീഡിയോ പ്ലേ ആയതാണോ എന്നറിയാൻ ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു. അല്ല, പിന്നെ ഇതാരാ? ഇനി വല്ല പ്രേതമാണ് ദേവി? ഏയ്, പ്രേതം മാപ്പിളപ്പാട്ട് പാടൂ. മുസ്ലിം പ്രേതാണെങ്കിൽ ചിലപ്പോൾ പാടും എന്ന് മനസ്സ് മന്ത്രിച്ചോടെ അവൾ എഴുന്നേറ്റ് ജനലിനരികെ ചെന്നു. പ്രേതമൊന്നുമല്ല, അടുത്ത വീട്ടിൽ നിന്നാണ്. അവിടെ വെളിച്ചം കാണാം. ആലം നീറഞ്ഞുള്ള റഹ്മാനേ, നീ എന്നെ അല്ലലില്ലാതെന്നും കാത്തിടേണേ. നിന്റെ അലിവിൻ്റെ തീരത്തണച്ചിടേണേ. പതിവായി ഞാനോതുന്ന വേദഗ്രന്ഥത്തിലെ പ്രാർത്ഥനാവാക്യങ്ങൾ കേട്ടിടേണേ. പതിവായി ഞാനോതുന്ന വേദഗ്രന്ഥത്തിലെ പ്രാർത്ഥനാവാക്യങ്ങൾ കേട്ടിടേണേ. റബ്ബേ, എന്നിൽ നീ റാഹത്ത് കിടേണേ. സുബ്ഹാനേ, എന്നുള്ളം കണ്ടിടേണേ. ആലം നീ വശ്യമായ സ്വരം. ശരണ്യ ജനൽ കമ്പികളിൽ ചാരിയുന്ന ആ പാട്ട് ആസ്വദിച്ചു. ആരായിരിക്കും അത്? കേട്ടിട്ട് തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല. ഒരിക്കൽ ദുബായിൽ വെച്ച് വയറ്റിൽ കിടക്കുന്ന ബീറിന്റെ ബലത്തിൽ പാട്ട് പാടിയതും അശ്വതി അത് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് നാട്ടിച്ച് അവൾക്ക് ഓർമ്മ വന്നു. ഹോ, എന്ത് ഭീകരായിരുന്നു അത്! അടുത്ത വീട്ടിൽ ഈ പാട്ടുകാരിക്കുമ്പോൾ താനൊരു ഭൂലോക തോൽവി തന്നെ. പാട്ട് അവസാനിച്ചു. പിന്നെ നിശബ്ദത, വീടുകളുടെ ശബ്ദം മാത്രം. കുറച്ചു നേരത്തിന് ശേഷം ആ വീട്ടിൽ ലൈറ്റ് അണഞ്ഞു. അവൾക്ക് എന്തിനോ നിരാശ തോന്നി. തീരണ്ടായിരുന്നു. എന്തായാലും ആ ഗായിക നാളെ ഒന്ന് പരിചയപ്പെടണം. മേശപ്പുറത്തെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച ശേഷം അവൾ ചെന്ന് കിടന്നു. അപ്പോഴും കാതിൽ ആ പാട്ട് മുഴങ്ങുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഇടയ്ക്കെപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഗുഡ് മോർണിംഗ് മാമി. കണ്ണു തിരുമ്മിക്കൊണ്ട് ശരണ്യ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഹേമ പുട്ടുണ്ടാക്കിയായിരുന്നു. ഗുഡ് മോർണിംഗ്. എണീറ്റോ? കുറച്ചു നേരത്തെ ഞാൻ റൂമിൽ വന്നപ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങിയായിരുന്നു, അതാ വിളിക്കാഞ്ഞ്. മാമനിവിടെ? ഇന്ന് സൺഡേ അല്ലേ, ഡ്യൂട്ടിയില്ലല്ലോ?
ഇല്ല, കുറച്ച് ചിക്കൻ വാങ്ങാൻ പോയതാ. ശരണ്യ അവിടെ അരികിൽ ചെന്ന് നെറ്റിൽ കൈവച്ച് നോക്കി. പനിയൊക്കെ മാറിയല്ലോ, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ഈ നാട്ടിൻ പുറത്ത് എവിടെ പോകാനാ മോളെ? എവിടെയെങ്കിലും വല്ല കുന്നോ പുഴയോ കാടൊന്നുമില്ല ഇവിടെ? നിങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷം കഴിഞ്ഞില്ലേ? ഓവ്, ദിവസവും നാട് കാണാൻ പോകുന്നാണല്ലോ എൻ്റെ ജോലി. പോയി പല്ല് തേക്ക്, എന്തെങ്കിലും കഴിക്കാം. നിനക്ക് ബ്രഷ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ വേണ്ട. മാമനും ഉമ്മിക്കലിൽ യൂസ് ചെയ്യുന്നു, എനിക്കത് മതി. നൊസ്റ്റാൾജിയ. ദാ പുറത്തൊരു പാത്രത്തിലുണ്ട്. രാവിലെ കുളിക്കുന്ന ശീലമൊന്നുമില്ലേ? കുളിക്കണോ? എന്തൊരു തണുപ്പാ ഇവിടെ. ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയൊരു കൈ നോക്കാം. ഓ, പാളയിൽ കിടത്തി കുളിപ്പിക്കണ കുഞ്ഞുവാവേ, പെട്ടെന്ന് പല്ല് തേച്ച് കുളിക്കടി. ഹേമ ദേഷ്യപ്പെട്ടതോടെ ശരണ്യ അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ വർക്ക് ഏരിയയുടെ ഗ്രിൽസിനടുത്ത് ഒരു പാത്രത്തിൽ നിന്ന് ഉമ്മിക്കരി കണ്ടെടുത്ത് പല്ല് തേച്ചുകൊണ്ട് പതിയെ നടക്കാൻ തുടങ്ങി. കുറച്ച് മാവുകളും തെങ്ങിൻ തൈകളും ഒക്കെ സജീവനോടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കിണറിന്റെ അടുത്തായി ഒരു ചാമ്പിക്കാ മരം. വീടിന്റെ സൺഷെയ്ഡിന് മേലേക്ക് മതിൽ നിന്ന് വലിച്ചു കെട്ടിയ കമ്പികളിലൂടെ പടന്നുകയറിയ പാഷൻ ഫ്രൂട്ട് വള്ളികൾ. അതിനപ്പുറം മാതള നാരങ്ങയുടെ ചെടി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പല്ല് തേച്ചു. ഇടയ്ക്കൊന്ന് കുനിഞ്ഞ തെങ്ങിൻ ചോട്ടിൽ തുപ്പി നിവർന്നപ്പോഴാണ് മതിലിനപ്പുറം രൂപം പ്രത്യക്ഷപ്പെട്ടത്. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഹോസ്പിറ്റലിൽ കണ്ടവൻ. തലയിൽ തോർത്ത് വട്ടം കെട്ടിയിട്ടുണ്ട്. ഷർട്ടില്ല, ദേഹത്ത് മുഴുവൻ ചെളിയും മണ്ണും. താനോ? താനെന്തെവിടെ? ഞാൻ പിന്നെ അവിടെ പോവാനാ. അത് വിട്. അപ്പൊ ഇന്നലെ മുഴുവൻ മേക്കപ്പ് ആയിരുന്നല്ലേ? തനിക്കോലം കാണാൻ പറ്റിയില്ല, സന്തോഷം. ആൾക്കാവൻ പറഞ്ഞ മനസ്സിലാവും. 2 നിമിഷം എടുത്തു. ഉറക്കപ്പാലിൽ നിന്ന് എഴുന്നേറ്റ് വന്നാണ്. മുഖം പോലും കഴുകിയിട്ടില്ല. പാറിപ്പറന്ന മുടി, പോരായിട്ട് ചുണ്ടുകൾക്ക് ചുറ്റും ഉമ്മിക്കരിയും. ആൾ പെട്ടെന്ന് പുറം കൈ കൊണ്ട് വാതുടച്ചു. അതെ, മേക്കപ്പ് ഇല്ലാതെയാണ് കാണാൻ ഭംഗി കേട്ടോ. താൻ പോടും. ഈശ്വര, ഇതെന്തൊരു കുരിശ. ഞാൻ എവിടെ പോലും താനുണ്ടല്ലോ. അതാണ് കുട്ടി വിധി എന്ന് പറയുന്നത്. പൂർവ്വജന്മത്തിൽ താൻ എന്റെ ഭാര്യയായിരുന്നു തോന്നുന്നു. ആയിരിക്കും. എന്നിട്ട് ഞാൻ നിന്നെ തല്ലിക്കൊന്നും ജയിലിൽ പോയിട്ടുണ്ടാവും. അവനതിനെന്തോ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹേമ അവിടേക്ക് വന്നു. ആ, നീയായിരുന്നോ? എന്താടാ പരിപാടി? ഒരു ചേന കല്യാണപ്രായമായിട്ട് കുറച്ച് നാളായി. അത് പറിച്ചിരിക്കുക മേച്ചി. സജീവട്ട് എണീറ്റില്ലേ? ആടാ എണീറ്റു. കാവലിൽ പോയതാ. എനിക്ക് രാവിലെ കുറച്ച് പുഴമീൻ കിട്ടി, വേണോ? തന്നേക്ക്. ആ എടാ, ഇത് ശരണ്യ, സജീവേട്ടൻ്റെ. അറിയാം, ചേച്ചിയുടെ മകളല്ലേ. ഞങ്ങൾ പരിചയപ്പെടുകയായിരുന്നു. ചേച്ചി വിളക്ക്, ഞാൻ മീൻ കൊണ്ടുവരാം. അവൻ അപ്രത്യക്ഷനായി. അതാരാ മാമി? അഖില്. ഞങ്ങൾ അക്കുവെന്ന് വിളിക്കും. ഐഷ ടീച്ചറുടെ മോനാ. ഐഷ ടീച്ചറുടെ മോൻ അഖില്? ശരണ്യ അമ്പരന്നു. അതെങ്ങനെ ശരിയാവും? എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. ശരിയാ, നിനക്ക് ഇച്ചിരി തകരാറുണ്ട്. അതല്ല, ഇന്നലെ രാത്രി ഒന്ന് പാട്ട് പാടുന്ന കേട്ടല്ലോ. അത് പതിവുള്ള സച്ചു. ടീച്ചർ നന്നായിട്ട് പാടും. പല്ല് ചേച്ചി കഴിഞ്ഞെങ്കിലേ നീ പോയി കുളിച്ച്. എന്തൊരു കോലാ ഇത്. ആ ചെറുക്കൻ പേടിച്ചിട്ടുണ്ടാവും. ശരണ്യ അടുക്കളയിലേക്ക് കയറി. ആയിഷ എന്ന് മുസ്ലിം പേരല്ലേ? അവരുടെ മകന്റെ പേര് അഖില്. ചേടാ, അതെങ്ങനെ? ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു. മാമിയോട് തന്നെ ചോദിക്കാം. അവൾ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. വല്ലാണ്ട് ബോറടിക്കുന്നു മാമി. രാവിലെ തന്നെ ശരണ്യ പരാതിപ്പെട്ടു. സജീവ് ബാങ്കിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞു. ഹേമ തന്റെ തയ്യൽ മെഷീന് മുമ്പിൽ ഇരിക്കുകയാണ്. നിനക്ക് കുറച്ചു നേരം TV കണ്ടൂടെ? ഓ വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എവിടേക്ക്? എനിക്ക് ഐഷ ടീച്ചറൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. തലേന്ന് അഖിലിനെ അവിടെ കണ്ടപ്പോൾ തൊട്ടുള്ള അവിടെ ആഗ്രഹമായിരുന്നു പാട്ടുകാരിയെ കാണാനും അവരുടെയും അഖിലിനെയും കഥയറിയാനും. പക്ഷേ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഹേമയുടെ മാതാപിതാക്കളും അനിയനുമൊക്കെ വിരുന്നു വന്നിരുന്നു. അവർ തിരിച്ചു പോകാൻ രാത്രിയായി. പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല. ടീച്ചർ അവിടെ ഇല്ല കേട്ടോ. രാവിലെ എങ്ങോട്ടോ പോകുന്നുണ്ട്. ശരണ്യക്ക് നിരാശ തോന്നി. ഹേമേച്ചി, മുറ്റത്തൊരു ശബ്ദം. കേറി വാടാ. ഹേമ തയ്യലിൽ ശ്രദ്ധിച്ചു. വാതിൽ തള്ളി തുറന്നാകിൽ അകത്ത് കയറി. അവന്റെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. ഇതാ കുറച്ച് ഹോംമെയ്ഡ് നെയ്യാണ്, ഉമ്മ ഉണ്ടാക്കിയതാ. അവൻ പാത്രം ടീപ്പോയിലെ മേലെ വെച്ച് സോഫയിൽ നിന്ന് ശരണ്യെ നോക്കി. ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു ദുബായിക്കാരിക്ക്? ഞാൻ ദുബായി പോയിട്ട് 15 വർഷമൊന്നും ആയിട്ടില്ല. നോസ്റ്റാൾജി അടിക്കാൻ. എന്നാലും ഇവിടെ ആദ്യമായിട്ടല്ലേ? അക്കു, നീ ഇവൾക്ക് നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. എനിക്കൊരു സ്വൈരവും തരുന്നില്ല, ബോറടിക്കാന്നും പറഞ്ഞ്. അതിനെന്താ, ഞാൻ ഫാമിലേക്ക് ഇറങ്ങാം. വരുന്നേ പെട്ടെന്ന് റെഡിയാവും. ഹേമജി, ഈ പാത്രം വൈകിട്ട് എടുത്തോളാവേ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. മാമിക്ക് വട്ടാണോ? ഞാൻ അവൻ്റെ കൂടെ ഒന്നും പോയില്ല. അച്ഛനറിഞ്ഞ് എന്നെ കൊല്ലും. പിന്നെ കണ്ട ആമ്പിള്ളേരുടെ കൂടെ ദുബായിൽ ബാറിൽ പോയി കള്ളുടിക്കുന്ന അച്ഛനറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുപോലെയാണ് ഇത്. അവിടെ വേറെയും ഫ്രണ്ട്സ് ഒന്നിച്ചുണ്ടാവാറുണ്ട്. ഇത് ഇവൻ്റെ കൂടെ തനിച്ച്. ഒന്നാമത് എനിക്ക് അവൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി മറ്റുള്ളവരെ പുച്ഛത്തോടെയുള്ള നോട്ടം എടുത്തടിച്ച സംസാരവും. അവൻ നിന്നെ പിടിച്ച് വിഴുങ്ങിയൊന്നുമില്ല. ആള് പാവാ. പിന്നെ പെരുമാറ്റം നീയും മോശമൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വെച്ചതാ. ഐഷ ടീച്ചറുടെ മോൻ അഖിലെന്ന പേരെങ്ങനെ വന്നു? നീ അവനോട് തന്നെ ചോദിച്ചോ, പറഞ്ഞു തരും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ, 4 തലയിണക്ക് അവർ തയ്ക്കുന്ന ആളെ വലിയ പണി. ശരണ്യെ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അഖിലിന്റെ ബൈക്ക് മുറ്റത്തെത്തിയ ഒരുമിച്ചായിരുന്നു. എടോ പോ. അവൻ ശരണ്യെ അടിമുടി നോക്കി. ഈ കോലത്തിലോ? ഇതിനെന്താ കുഴപ്പം?
ഇതുപോലെ നിക്കറ എനിക്കുണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ മുണ്ടോ പാൻ്റ് ഇടും. എന്റെ കൊച്ചി ഇത് സിറ്റി ഒന്നല്ല, നാട്ടിൻപുറ. പുരോഗമനത്താൻ ഇനിയും സമയം വേണം. പോയി വേറെ വല്ല ഇട്ടുകൊണ്ട് പോവാ. ഹേമ അവിടേക്ക് വന്നു. അല്ലേ ഹേമേച്ചി, അങ്കമാടി പിള്ളേരുടെ ഉടുപ്പിട്ട് വരുന്ന കണ്ടിട്ടും നിങ്ങളൊന്നും പറയാത്ത. ഇവൾ ഇങ്ങനെയാ നിന്റെ ഒപ്പം വരാനൊരുങ്ങിയെന്ന് ഞാൻ ഓർത്തില്ലടാ. അവൾ ശരണിയെ നോക്കി. നിനക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല സച്ചു? ഉണ്ട്, സെറ്റ് സാരി ആയാലോ? മാമി ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയിട്ടോ. എടി വെറുതെ മാമന്റെ വായിരിക്കുന്ന കേൾക്കണ്ട. എന്റെ അലമാരയിൽ നിനക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് ഇരിപ്പുണ്ട്, അതിട്ടിട്ട് വാ വേഗം, അവന് നേരം വൈകും. ശരണ്യ മനസ്സോടെ തിരിഞ്ഞടന്നു. 5 മിനിറ്റിനുള്ളിൽ ഡ്രസ്സ് മാറി അവൾ എത്തി. ഹേമയോ അഖിൽ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അവൾ ദേഷ്യത്തോടെ അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ ഹേമ വേഗം അകത്തേക്ക് ഓടി. പോയാലോ? ആ. അഖിൽ ബൈക്ക് മുന്നോട്ടെടുത്തു. 2 കിലോമീറ്ററോളം പിന്നിട്ടതോടെ ബൈക്ക് വലതുവശത്തെ പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചു. വയലുകളും തെങ്ങിൻ തോപ്പുകളും തോടുമൊക്കെ ആ നാടിനെ ഒത്തിരി മനോഹരമാക്കിയിരുന്നു. ആ ക്ഷേത്രം കണ്ടോ? ഈ നാടിനെ കാക്കുന്ന ദേവിയാന്ന സങ്കല്പം. ഈ ആഴ്ച അവിടെ ഉത്സവ. അഖിൽ ദൂരേക്ക് കഴിച്ചുകൊണ്ടി. മരങ്ങൾ ഇടതൂർന്ന് വളർന്നൊരു കാവും അതിന്റെ നടുവിലൊരു കൊച്ചു ക്ഷേത്രം അവൾ കണ്ടു. പഴയ സത്യനന്ദിക്കാട് സിനിമകളിലെ ലൊക്കേഷനാണ് അവൾക്ക് ഓർമ്മ വന്നത്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ബൈക്ക് ഒരു ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ചു. ഒരു ഫാമായിരുന്നു അത്. ഒരു വശത്ത് നിറയെ പശുക്കൾ, അതിനടുത്ത് തന്നെ ആടുകൾ, പോത്ത്, പിന്നെ കോഴി, താറാവ്. എതിർവശത്ത് വിശാലമായ പച്ചക്കറി തോട്ടം. കുറെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇറങ്ങ്. അഖിൽ ബൈക്ക് നിർത്തി. അവൾ ഇറങ്ങി ചുറ്റും നോക്കി. ഇത് തന്റെയാണോ? അതെ. കൊള്ളാനോ സെറ്റപ്പ്. അപ്പൊ താൻ കൃഷിക്കാരനാണോ? അതെന്തോ ഒരു പുച്ഛം? പുച്ഛമൊന്നുമില്ല. തന്നെ മട്ടുപാവം കണ്ട IAS ആണെന്ന് തോന്നുന്നു. അതിപ്പോ താൻ ദുബായിൽ കണക്കപ്പിള്ളയുടെ ജോലിയല്ലേ ചെയ്യുന്നത്. പക്ഷെ പാവം കണ്ട ദുബായ് ഷേഖിന്റെ മോളാണെന്ന പോലെയല്ലേ? ഞാൻ അക്കൗണ്ടന്റാ. അത് തന്നെ മലയാളത്തിൽ പറഞ്ഞു. ദേ ആ ചാണകമായിരുന്ന ഗോപിയേട്ടനാ ഇവിടുത്തെ കണക്കപ്പിള്ള. പുള്ളിക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അവൻ മുന്നോട്ട് നടന്നു. പിറകെ അവളും. കുറെ കാലമായിട്ട് തുടങ്ങിയിട്ട്? 5 വർഷം. 4 പശുക്കളും കുറച്ച് കോഴികളായിട്ട് തുടങ്ങിയതാ. ഇങ്ങനെ ആക്കിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇപ്പൊ നല്ല ലാഭം കിട്ടുന്നുണ്ടാവില്ലേ? ലാഭമില്ലാത്ത പരിപാടിക്ക് ആരും മെനക്കെടില്ലല്ലോ. എനിക്കിവിടെ മുതൽ മുടക്ക് കുറവാ. ആ കുന്നിൻ ചെരുവിൽ നല്ല പുല്ല് കിട്ടും. പശുക്കൾക്കും ആടുകൾക്കൊക്കെ നല്ല അടിപൊളി ചാപ്പാട്. ഇവിടുത്തെ ചാണകവും മറ്റും പച്ചക്കറിക്ക് വളമായിട്ടെടുക്കും. വെള്ളത്തിന് ഇവിടെ ബുദ്ധിമുട്ടില്ല. ഈ നാട്ടിൻപുറത്ത് കസ്റ്റമേഴ്സിനെ കിട്ടുമോ? പച്ചക്കറിക്ക് ഇവിടെ തന്നെ ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. പാലും കോഴിമുട്ടയൊക്കെ ടൗണിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെയാ ആടിനെയും പോത്തിനെയും കാര്യം. ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു. ഉമ്മ, ഇതാണ് ഹേമേച്ചിയുടെ വീട്ടിലെ ദുബായ്ക്കാരി. അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ശരണ്യല്ലേ? ഹേമ എപ്പോഴും പറയാറുണ്ട്. ശരണ്യ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. മെറൂൺ കളർ സാരിയാണ് വേഷം. അതിന്റെ തുമ്പ് തട്ടമായി ഇട്ടിട്ടുണ്ട്. സുന്ദരി. ആ മുഖത്ത് നോക്കി പ്രായം മോഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് പാട്ടുകാരി ഐഷ ടീച്ചർ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? അവൾ തലയാട്ടി. ഇവൻ നല്ല വെറുപ്പിക്കലാണെന്നറിയാം. മോള് ക്ഷമിക്ക്. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് മോളോട് ചൂടായതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഏയ് സാരല്ല ടീച്ചർ. ലീവ് കുറേ ഉണ്ടോ? ആ, 1 മാസം. അപ്പൊ കുറച്ചു നാളിവിടെ ഹേമയുടെ കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. വല്ലാത്ത ബോറടിയാ. എനിക്കിങ്ങനെ അടങ്ങിയിരുന്ന് ശീലമില്ലാത്തതാ. മാമിയാണെങ്കിൽ എങ്ങോട്ടും വരികയില്ല. ആയിഷ ചിരിച്ചു. ആ, ഉത്സവം തുടങ്ങിയാൽ പിന്നെ ബോറടിയൊക്കെ മാറിക്കോളും. അവർ വാശിൽ നോക്കി. മോൾ ഇവിടെയൊക്കെ ചുറ്റിക്കാണും. എനിക്കൊന്ന് ബാങ്ക് വരെ പോകണം. അക്കു, കൊച്ചിനെ സമയത്ത് വീട്ടിലെത്തിച്ചേക്കണം കേട്ടല്ലോ. ഈ മുതലിനെ കൂട്ടിക്കൊണ്ടുവന്ന ഞാനാണല്ലോ. അപ്പൊ എന്തായാലും അതേപോലെ തന്നെ എത്തിച്ചേക്കാം. ആയിഷ അവിടെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസൈനർ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ടീച്ചർക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ? കാർ ഫാമിന്റെ ഗേറ്റ് കടന്നപ്പോൾ ശരണി ചോദിച്ചു. ഇല്ല, മന്ത്രം ചൊല്ലിയ തനിയെ പോകുന്ന കാറാ അത്. തന്നോടൊക്കെ ചോദിച്ചാൽ എന്നെ തല്ലണം. ആൾ പതിയെ നടന്നു നീങ്ങി. ഫാമിലെ മരങ്ങൾ ആൾക്ക് മേലെ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ടായിരുന്നു. ഓരോന്നിന്റെയും ഫോട്ടോസും മൊബൈലിൽ പകർത്തി നടന്ന് അവസാനം അവളൊരു കുളക്കരയിലെത്തി. വെള്ളത്തിൽ സ്ഥാപിച്ച തൂണുകൾക്ക് മേലെ ഒരുക്കിയ പന്തലിൽ നിറയെ പച്ചക്കറി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. 2 പേർ വെള്ളത്തിലിറങ്ങി അതിൽ നിന്നും പാകമായത് ശേഖരിക്കുന്നു. കുളക്കരയിലെ മുള കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ അവൾ ഇരുന്നു. അടുത്തായി അഖിലും. ബ്യൂട്ടിഫുൾ, അവൾ പറഞ്ഞു. താനൊരു സംഭവം തന്നെയാട്ടോ. ഇതുപോലുള്ള ഫാം ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടായാൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും. എടോ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ചോദിച്ചോട്ടെ? എന്താ? താൻ ഹിന്ദുവും ടീച്ചർ മുസ്ലിമായത് എങ്ങനെയാ? അഖിൽ അവളുടെ നേരെ തിരിഞ്ഞിരുന്നു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ വേർതിരിച്ച് കാണുന്നതിനാ. എല്ലാവരും മനുഷ്യരല്ലേ. താനെന്നൊരു വർഗീയവാദിയാക്കില്ലേ പ്ലീസ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ പേര് ശരണ്യ, അച്ഛൻ രവികുമാർ, അമ്മ ശ്രീദേവി. അല്ലാതെ അവിടെ റഹ്മാനും ഫാത്തിമയല്ലല്ലോ. സോ കൗതുകം കൊണ്ട് ചോദിച്ചാ പറയാൻ ഇഷ്ടമല്ലേ വേണ്ട. ഹേമേച്ചിയോട് ചോദിച്ചില്ലേ? ചോദിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. പരിചയമില്ലാത്തവരോട് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോറി. ഏയ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാ. എന്നെ പ്രസവിച്ച ഉമ്മയല്ല. അത് പ്രതീക്ഷിച്ച മറുപടി ആയതിനാൽ ശരണിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല.
ഉമ്മ അമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ത്രീകൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. അയാൾ കുളത്തിന് നേരെ നോക്കി. താൻ ഈ കുളം കണ്ടോ? ഇതുപോലൊരു കുളം പണ്ട് എൻ്റെ വീടിന്റെ പുറകിലുണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല, ഒത്തിരി ദൂരെയാണ്. പക്ഷെ ആ വീടോ വീട്ടിലുള്ളവരെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. എല്ലാം മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതാ. കാമുവിന്റെ കൂടെ പോകാൻ 3 വയസ്സുള്ള എന്നെ ആ കുളത്തിലെറിഞ്ഞ സ്ത്രീയാ എൻ്റെ പെറ്റമ്മ. ഇത്തവണ ശരണ്യെ ശരിക്കും ഞെട്ടി. എന്താ? അതെ, വീടിനും കുളത്തിനും അധികം ദൂരമില്ല. താൽക്കാലികം ഉണ്ടാക്കിയ വേലി കടന്ന് കുഞ്ഞു കുളത്തിലേക്ക് പോയി വഴുതി വീണ് മുങ്ങി മരിച്ചെന്ന് വരുത്തണം. അതായിരുന്നു അവരുടെ പ്ലാന്. ഞാൻ ജനിച്ച് 2 വർഷം തികയുമ്പോൾ അച്ഛൻ മരിച്ചു. വല്യമ്മയും, അതായത് അച്ഛൻ്റെ ചേച്ചി, ഒരു സ്ത്രീയും ഞാനുമായിരുന്നു പിന്നീട് ആ വീട്ടിൽ. അവരുടെ ബന്ധത്തിലുള്ള ഒരാളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും കടന്നുകൂടി. പിന്നീട് അത് വേറെ രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. ഒരുമിച്ച് ജീവിക്കാൻ ഞാനൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തീർക്കാൻ നോക്കി. പക്ഷെ അടുത്ത പറമ്പിൽ പണിയെടുക്കായിരുന്ന ചേട്ടൻ കുളത്തിൽ നിന്നും കുമിളങ്ങൾ പൊങ്ങുന്ന കണ്ട് ഇറങ്ങി തപ്പിയപ്പോൾ എന്നെ കിട്ടി. ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആ സ്ത്രീ അലറിക്കരഞ്ഞുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതാ കോമഡി. അയാൾ ചിരിച്ചു. വീട് വൃത്തിയാക്കിയാലും താൻ കുഞ്ഞ് പുറത്തു പോയത് അറിഞ്ഞില്ലെന്നും പറഞ്ഞ് അവർ നെഞ്ചത്തടിച്ച് നന്നായിട്ട് അഭിനയിച്ചു. എന്നാൽ അതൊക്കെ ചീറ്റി. കുറച്ചു നാളായിട്ട് അവിടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന വല്യമ്മ നാട്ടുകാരെ അറിയിച്ചു. അതോടെ പോലീസ് വന്നു. ചോദ്യം ചെയ്യലിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ കുറ്റം സമ്മതിച്ചു. എന്നിട്ട് ശരണ്യയുടെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞു. എന്നിട്ടെന്നാ, അവരകത്തായി. കാമുകം മുങ്ങി. വല്യമ്മയായിരുന്നു പിന്നീട് വളർത്തിയത്. അവരും മരിച്ചോടെ ഞാൻ അനാഥനായി. 10ാമത്തെ വയസ്സിലാ ഉമ്മയെന്നെ ഏറ്റെടുത്ത്. ഇപ്പോഴും അമ്മ ജയിലിലാണോ? അല്ല, കുറച്ചു വർഷം കണ്ട് കിടന്നെന്ന് തോന്നുന്നു. പിന്നെ പുറത്തിറങ്ങി എങ്ങോട്ടോ പോയി. ഇപ്പം എന്തായാലും ചത്തിട്ടുണ്ടാവും. ആർക്കിടയിൽ നിശബ്ദ തളം കെട്ടി. ഒരു കൂട്ടം താറാവുകൾ കുളത്തിലേക്ക് ഇറങ്ങി നീന്തുന്നുണ്ടായിരുന്നു. സോറി, ഞാൻ കാരണം പഴയതൊക്കെ ഓർത്തു അല്ലേ? ഏറെ നേരത്തിന് ശേഷം ശരണ്യ വിഷമത്തോട് ചോദിച്ചു. ഇല്ലടോ, ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്ത. ഞാനെന്ന വ്യക്തി ജനിച്ച് മുമ്പതിന് ശേഷമാണെന്ന് എപ്പോഴും തോന്നും. ഞങ്ങൾ രണ്ടും ഇപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. ടീച്ചറിൻ്റെ വലിയ മനസ്സ്, ഗ്രേറ്റ്. എത്ര പേര് ഇങ്ങനെയൊക്കെ ചെയ്യും? ടീച്ചറിൻ്റെ ഫാമിലി ഒന്നുമില്ലേ? അത് വേറൊരു ഫ്ലാഷ് ബാക്കാ. അതിൽ കണ്ണിറുക്കി. അനാഥ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്ന സാമൂഹ്യ പ്രവർത്തകയൊന്നുമല്ല ഉമ്മ. എന്നെ സ്വീകരിക്കാനൊരു കാരണമുണ്ട്. അതെന്താ? എൻ്റെ അച്ഛൻ്റെ നഷ്ടപ്രണയകഥയിലെ നായികയാ സാക്ഷാൽ ഐഷ. വാട്ട്? ശരണ്യ അന്തം വിട്ടു. അതേടോ, സ്കൂളിൽ പഠിക്കുമ്പോഴോ മറ്റോ തുടങ്ങിയതാ. അത് വളർന്നു. പക്ഷെ പണ്ടത്തെ കാലമല്ലേ, മതമെന്ന് ഇന്നത്തേക്കാൾ അന്ന് വലിയ വിഷയമായിരുന്നു. വീട്ടുകാരൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നമായി. ഉമ്മയെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു. ഒളിച്ചോടാനോ രജിസ്റ്റർ മാരേജ് ചെയ്യാനൊന്നും രണ്ടാൾക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ കുറേ നാൾ കരഞ്ഞുകൊണ്ട് നടന്നു. അവസാനം എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാ കല്യാണം കഴിച്ച്. പിരിഞ്ഞതിന് ശേഷമുള്ള ലൈഫിൽ രണ്ടുപേർക്കും സമാധാനം കിട്ടിയിട്ടില്ല. അച്ഛനും എൻ്റെ തള്ളയും തമ്മിൽ എന്നും വഴക്കായിരുന്നാ കേട്ടറിവ്. മരണം വന്ന് രക്ഷിച്ചതാ അച്ഛനെ. അമ്മയുടെ കഥയും അതുപോലെ തന്നെ. ശാരീരികവും മാനസികമായ പീഡനം സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാനായിരുന്നു എല്ലാവരുടെയും ശ്രമം. അതിനെതിർത്തോടെ ബന്ധുക്കൾ ശത്രുക്കളായി. പക്ഷെ തോൽക്കാതെ പിടിച്ചു നിന്നു. ഒരു ജോലിയൊക്കെ നേടി തനിച്ച് താമസിക്കുന്ന കാലത്താ എൻ്റെ കാര്യം അറിയുന്നത്. തേടി പിടിച്ചു വന്ന ഉമ്മയുടെ കൂടെ പോലെ എനിക്ക് യാതൊരു മടിയും തോന്നിയില്ല. പട്ടിണി കിടന്ന് ചാവുന്ന അവസ്ഥയായിരുന്നു അന്ന് എനിക്ക്. അങ്ങനെ ഞാൻ ഐഷ ടീച്ചറുടെ മകനായി. അയാൾ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. അച്ഛനും ഉമ്മയും ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വിധി അനുവദിച്ചില്ല. അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കുണ്ടായില്ല. പെറ്റവള് തന്നെ കൊല്ലാൻ നോക്കിയവനാ ഞാൻ. അതിന് പരിഹാരമായിട്ടാവും ഉമ്മേൻ്റെ അടുത്ത് ദൈവം എത്തിച്ച്. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അന്യരാണെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ഞങ്ങളുടേതായ ലോകം അതൊരു സ്വർഗം തന്നെയാ. ഉമ്മ നന്നായി പാടുമല്ലേ? ഉവ്. പക്ഷെ അതിനുള്ള പ്രോത്സാഹനമൊന്നും സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അച്ഛന് വേണ്ടി മാത്രം പാടിക്കൊടുത്തിരുന്നു. ഇപ്പം എനിക്കും. അച്ഛനും ഉമ്മയുടെ പാട്ടുകളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ അറിയുന്ന ഉമ്മയിലൂടെയാണ്. അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഉമ്മയുടെ വാക്കുകളിൽ ഞാൻ ആ രൂപം വരച്ചെടുത്തിട്ടുണ്ട്. രാത്രി ഉമ്മയുടെ മടി കിടന്ന് പണ്ടത്തെ കഥകളൊക്കെ ആയിട്ട് ഉറങ്ങും. 10ാം വയസ്സ് മുതൽ ഇന്ന് വരെ അതാണ് ശീലം. ശരണ്യക്കുള്ളിലൊരു നൊമ്പരനുഭവപ്പെട്ടു. അഖിലിനെ കൊല്ലാൻ നോക്കിയ അമ്മയോട് അവൾ കഠിനമായ വെറുപ്പ് തോന്നി. ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ ക്രൂരയാവാൻ കഴിയുമോ? മാമിയും മാമനൊരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുകയാണ്. അതുപോലെ എത്രയോ ദമ്പതികൾ. ഇവിടെ ഒരുത്തി നൊന്ത് പ്രസവിച്ച മകനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. അതേസമയം പ്രണയിച്ചവന്റെ കുഞ്ഞിനെ സ്വന്തം മോനായി സ്നേഹിക്കുന്ന ഐഷ ടീച്ചർ. ഒരേ ലോകത്തെ എന്തൊക്കെ സ്വഭാവമുള്ള മനുഷ്യർ. അല്ല, താൻ എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ശരണി വിഷയം മാറ്റി. ഒന്നും അറിയണ്ടേ? എനിക്കറിയാലോ. എന്ത്? പേര് ശരണ്യ രവികുമാർ, നക്ഷത്രം പുണർത്തം. ദുബായ് KCCയിലുള്ള അൽറിയ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛൻ രവികുമാർ ഹോമിയോ ഡോക്ടറാണ്. വീട്ടിൽ തന്നെ കൺസൾട്ടിങ്. അമ്മ ശ്രീദേവി വീട്ടമ്മ. ആദ്യം തറവാട്ടിലായിരുന്നു എല്ലാവരും താമസം. പിന്നീട് ടൗണിലേക്ക് മാറി. അമ്മ മരിച്ചപ്പോൾ സജീവനെ ഹേമേശിയുടെ വീട് വാങ്ങിച്ചു. 2 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ലീവിന് നാട്ടിലെത്തിയ ശരണ്യ കുറച്ചു ദിവസം മാമന്റെയും മാമിയുടെയും കൂടെ ചെലവഴിക്കാൻ ഇങ്ങോട്ട് വന്നു. ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കിട്ടി? മാമനോ മാമിയോ പറഞ്ഞതാവല്ലേ?
ഓവ് നക്ഷത്രം എന്നൊരിക്കലും അമ്പലത്തിലെ ഹേമേച്ചി തന്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പറഞ്ഞതാ. അവൻ എഴുന്നേറ്റ്, കൂടെ അവളും. എന്റെ കഥന കേട്ട് ബോറടിച്ചത് എനിക്ക്. നെവർ. എന്നോട് തുറന്നു പറഞ്ഞതിന് താങ്ക്സ്. എന്ന് വെച്ച് എന്നോട് സിമ്പതി ഒന്നും വേണ്ട കേട്ടോ. ആർക്ക് സിമ്പതി? അതും തന്നോട് ഒരിക്കലും ഉണ്ടാവില്ല. ആദ്യമേ കണ്ട മറക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്തൊക്കെയാ പറഞ്ഞ്. ഇതുവരെ മാമിയൊന്നും അറിഞ്ഞിട്ടില്ല തന്റെ ഉമ്മയോർത്ത് ഞാൻ മിണ്ടാത്ത്. അത്രയും വലിയ ക്യൂ ഉണ്ടായിട്ട് ഇടിച്ചു കയറാൻ നോക്കിയാ പിന്നെ കൊഞ്ചിക്കുവോ? എടോ സത്യമായിട്ട് ഞാൻ കരുതി ലേഡീസിന് വേറെ ക്യൂ ആണെന്നാ. ആ സമയത്ത് ബുദ്ധിമോശത്തിന് മുന്നോട്ട് വന്നു. എന്നാലും ഒരു പെണ്ണിനെ അതും ഫസ്റ്റ് ടൈം കാണുന്ന ആളെ ഇങ്ങനെയൊക്കെ പറയാവോ? ആദ്യമായിട്ട് കാണുന്നതല്ലോ. പിന്നെ ആശുപത്രിയിൽ വരുന്നതിന്റെ തലേ ദിവസം രാത്രി തന്നെ ഞാൻ കണ്ടിരുന്നു. എവിടെ വെച്ച്? ഹേമേച്ചിയുടെ വീട്ടിൽ വെച്ച്. താൻ സജീവന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനു ഞാൻ തന്നെ കണ്ടില്ലല്ലോ? പക്ഷെ ഞാൻ കണ്ടു എല്ലാം. എന്ത്? ശരണ്യ മനസ്സിലാവാതെ നെറ്റി വിളിച്ചു. താൻ കുളി കഴിഞ്ഞ അലമാരയുടെ കണ്ണാടി കുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറുന്നു. അവളുടെ മുഖം വിളറി. അയ്യേ, ഒളിഞ്ഞു നോട്ടമുണ്ടോ? വൃത്തിയിട്ടവൻ. പിന്നെ എനിക്ക് അതല്ലേ പണി. ഡ്രസ്സ് മാറുമ്പോൾ ജനലടക്കാനുള്ള ബോധം തനിക്കാ വേണ്ടത്. അറ്റ്ലീസ്റ്റ് കർട്ടനെങ്കിലും വലിച്ചിടണം. അതുമല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് തന്നെ ഞാൻ കണ്ടില്ലല്ലോ. എന്റെ റൂമിൽ ബൾബ് അടിച്ചു പോയി. ഞാനത് മാറ്റിയായിരുന്നു. അവിടെ നോക്കിയാൽ താൻ കിടക്കുന്ന റൂം വ്യക്തമായി കാണാം. സാധാരണ അവിടെ വെളിച്ചം കാണാറില്ല. അതുകൊണ്ട് നോക്കിയതാ. അപ്പോഴെല്ലാം ഒരാൾ ഉടുത്തിരിക്കുന്ന ടൗലഴിച്ച് കറക്കിയെറിയുന്ന കണ്ടത്. ലോകം അവസാനിച്ചെങ്കിലെന്ന് ശരണ്യ ആഗ്രഹിച്ചു പോയി. ചമ്മൽ കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ജനലുടെ കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറെ നാൾ ഉപയോഗിക്കാതിരുന്ന മുറി അന്ന് തനിക്ക് കിടക്കാൻ വേണ്ടി മാമി വൃത്തിയാക്കിയിരുന്നു. പൊടി പോകാൻ വേണ്ടി ജനൽ തുറന്നിട്ടുണ്ടെന്നും കിടക്കുമ്പോൾ അടക്കണമെന്നും അത്താഴം കഴിക്കുമ്പോഴാണ് മാമി പറഞ്ഞത്. പക്ഷേ ജനലിന്റെ തൊട്ടടുത്ത് ഒരു മതിലിനപ്പുറം ഇങ്ങനെ ഒരു മാരണത്തെ പ്രതീക്ഷിച്ചില്ല. ഈശ്വര, ഇനി ഇവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? തനിക്കൊരു ടോപ്പെങ്കിലും എടുത്ത് കുളിക്കാൻ കയറിക്കൂടെ? ഇങ്ങനെ പിറന്നപടി ബാഗ് ഊർന്ന് ഡ്രസ്സ് വെപ്പുന്നെന്തിനാ? ഒരാൾ വസ്ത്രം മാറുന്ന കണ്ട അങ്ങോട്ട് നോക്കാതിരിക്കുന്ന മാന്യത. അവൾ ദേഷ്യപ്പെട്ടു. ഇരുട്ടത്ത് പതുങ്ങിന്ന് കണ്ട് ആസ്വദിച്ചും പോരാ, ഇങ്ങോട്ട് ഉപദേശിക്കുന്നോ? ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്ന്, അല്ലാതെ തൻ്റെ കുളിമുറിയിൽ എത്തി നോക്കിയതല്ല. പിന്നെ കണ്ടാസ്വദിക്കാൻ മാത്രം കാര്യമായിട്ട് തനിക്കൊന്നുമില്ലല്ലോ. നാണില്ലാത്തവൻ. ശരണ്യ വെട്ടിത്തിരിഞ്ഞ് നടന്നു. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിടാൻ പറ്റുമോ? വഴിയറിയില്ല, അല്ലെങ്കിൽ ഞാൻ നടന്നു പോയനെ. ബൈക്കിനടുത്തെത്തിയപ്പോൾ അവന്റെ മുഖത്ത് നോക്കാതെ അവൾ ചോദിച്ചു, എന്തിനാ ഇപ്പൊ പോകുന്നത്? ഹേമേച്ചിയോട് പരാതിപ്പെടാനാണോ? ഇതൊന്നും പാടിയെടുക്കേണ്ട കാര്യമില്ല. സോ താൻ പേടിക്കണ്ട. എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ. അതുപോലെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഹോസ്പിറ്റൽ ഷോറക്കിയത്? ഒരു മനസ്സുഖം. അവൻ വീണ്ടും കണ്ണിറുക്കി ചിരിച്ചു. പിന്നെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. വട്ടം തന്നെ. പിരിവിരുത്തുകൊണ്ട് അവൾ പിറകിൽ കയറി. ഇവിടെ അടുത്തൊരു പുഴയുണ്ട്, പോണോ? യാത്രികയുടെ അകിൽ ചോദിച്ചു. വേണ്ട, എനിക്ക് മതിയായി. താൻ അത് മനസ്സിലിട്ടുകൊണ്ട് നിൽക്കുവാണോ? വീട് മറ്റാരുമില്ലല്ലോ, ഞാനല്ലേ കണ്ട്. താനാരാ? എന്റെ കെട്ടിയനാണോ? ദയവ് ചെയ്ത് മിണ്ടാതിരിക്കെ. എന്നോട് തെറി വിളിപ്പിക്കരുത്. അവൻ ചിരി കടിച്ചമർത്തുന്ന ശരണ്യ ഗ്ലാസ്സിലൂടെ കണ്ടു. മറ്റൊരു വഴിയിലൂടെയാണ് ബൈക്ക് സഞ്ചരിച്ച്. ഓരോ കാഴ്ചകളും അഖിൽ അവൾക്ക് വിശദീകരിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് ബൈക്ക് നിർത്തി ചിലരെയൊക്കെ പരിചയപ്പെടുത്തി. ഒരു തട്ടുകടയിൽ നിന്ന് അവൾക്ക് തണുത്ത സംഭാരവും ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങിക്കൊടുത്തു. അവന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ ശരണ്യക്ക് കഴിഞ്ഞില്ല. ഒരു പെണ്ണിനെ നഗ്നത കണ്ടിട്ടും അതൊന്നും കാര്യമാക്കാതെ സ്വാഭാവികമായി പെരുമാറുന്നു. ഇടയ്ക്ക് കളിയാക്കുന്നു, കെയർ ചെയ്യുന്നു. വിചാരിച്ചത്ര കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ നാവാണ് പ്രശ്നം. എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് ഉച്ചക്ക് 1:30 മണിയോടെ അവർ വീട്ടിലെത്തി. എടോ, ഉമ്മാക്കറിയോ? ബൈക്കിൽ നിന്നിറങ്ങി ശരണ്യ ചോദിച്ചു. എന്ത്? മറ്റേ കാര്യം. ഏത് മറ്റേ കാര്യം? അവനറിയാത്ത പോലെ അഭിനയിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായതോടെ അവൾക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ തുണിയില്ലാന്ന് ഇന്ന് എല്ലാവരോടും പറയാൻ താൻ ഓസ്കാർ വേദിയിൽ നിൽക്കുന്നതിലല്ലേ ഞാൻ കണ്ടേ. അഖിൽ ബൈക്ക് തിരിച്ചു. പിന്നെ രാവിലെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എന്ത്? നോക്കി ആസ്വദിക്കാൻ മാത്രം തനിക്ക് ഒന്നുമില്ലെന്ന്. അത്യാവശ്യം എല്ലാം ഉണ്ട്. പട്ടി. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബൈക്ക് റോഡിലേക്ക് ഇറക്കി. നീ ആ കുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോയടാ? അന്ന് രാത്രി ആയിഷ ചോദിച്ചു. ആ, കുറച്ചൊക്കെ. അവരുടെ മടിയിൽ തലവെച്ച് ഇടയ്ക്കായിരുന്നു അഖിൽ. നല്ലൊരു മോള്. ഇന്ന് സന്ധ്യയ്ക്കൂടെ വന്നിരുന്നു. കുറെ നേരം സംസാരിച്ചു. എന്നെ കൊണ്ട് പാട്ടും പാടിച്ചു. ഇന്ന് കണ്ട അവള് നല്ലത്. അപ്പൊ ഞാൻ മോശമാണോ? പോത്ത് പോലെ വളർന്നിട്ട് ചിണുങ്ങലേ ചെക്ക. അച്ഛൻ്റെ അതേ സ്വഭാവം. ആയിഷ അവന്റെ മുടിയിലൂടെ വിരലോടിച്ചു. ഉമ്മ ശരിക്കും എന്ത് വേണ്ടിട്ടാ അച്ഛനെ ഇഷ്ടപ്പെട്ട്? വർഷങ്ങളായിട്ട് നീ ഇത് തന്നെയല്ലേ അക്കു ചോദിക്കുന്നു. എന്നാലും പറയിഷു. അവർ പുഞ്ചിരിച്ചു. ക്ലീഷേ തന്നെയാ. അത്യാവശ്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്ന മുരളിയേട്ടനോട് ജൂനിയർ വിദ്യാർത്ഥിനിക്ക് തോന്നുന്ന ആരാധന. അതിലായിരുന്നു തുടക്കം. അന്നൊന്നും ഏട്ടൻ എന്നെ പരിചയം പോലും ഉണ്ടായിരുന്നില്ല. ഒരു പഠിപ്പ് മുടക്കൽ ദിനം ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെറുതെ പാട്ട് മൂളിക്കൊണ്ട് എന്തോ എഴുതുകയായിരുന്നു. വരാന്തയിലൂടെ പോയ ഏട്ടൻ അത് കേട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഇന്ന് സ്കൂൾ അവധിയാണെന്നും എല്ലാവരും വീട്ടിൽ പോകണമെന്നും നേരത്തെ എല്ലാ ക്ലാസ്സിലും വന്ന് പറഞ്ഞതാ ഏട്ടൻ. എന്നിട്ട് പലതവണ കേട്ടതാണെങ്കിലും അഖിൽ ചോദിച്ചു. അവൻ ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു. 8B ക്ലാസ്സിലേക്ക് കയറി വരുന്നൊരു 10ാം ക്ലാസ്സുകാരൻ.
അവനെ കണ്ട ആ പെൺകുട്ടി പേടിയോടെ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നു. എന്ത്, വീട്ടിൽ പോകുന്നില്ലേ? അവൻ ചോദിച്ചു. അവൾക്ക് പെട്ടെന്ന് വാക്കുകളൊന്നും കിട്ടിയില്ല. ആ പരിഭ്രമം കണ്ടിട്ടാണോ അവൻ ഗൗരവം വിട്ട് ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി? ഉപ്പ് വരും. അവൾ വിറക്കുകയാണ്. എവിടെ നിന്റെ വീട്? മുക്കത്ത് പറമ്പ്. ഞാൻ അവിടേക്ക് വരാറുണ്ട്, പാർട്ടി ഓഫീസിൽ. അതിന്റെ പുറകിൽ തന്നെയാ. ആ, ആരുടെ മോളാ? ഷാജഹാന്റെ. ഏത്, കോൺട്രാക്ടറോ? അവൾ തലയാട്ടി. തന്റെ പേരെന്താ? ഐഷ. നന്നായി പാടുന്നുണ്ടല്ലോ, നല്ല ശബ്ദം. നിങ്ങളുടെ നാട്ടിൽ പരിപാടികൾക്കൊക്കെ പാടിക്കൂടെ? അയ്യോ, എന്നെ അതിനൊന്നും വിടില്ല. ഉപ്പി കാക്കമാരൊക്കെ വഴക്ക് പറയും. കഷ്ടം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തന്നെയല്ലേ നിനക്ക് ഇത്രയും മനോഹരമായ ശബ്ദം തന്ന്? അത് വെറുതെ ആയിരിക്കില്ലല്ലോ. എനിക്കതൊന്നും അറിയില്ല, പേടിയാ. പാടാൻ ഇഷ്ടമാണോ? അതെ, ഉമ്മാക്ക് ഞാൻ പാടുന്ന വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മ ആ പാട്ടൊക്കെ പഠിപ്പിച്ച്. അപ്പൊ ഉമ്മ പറഞ്ഞ വാപ്പ സമ്മതിക്കില്ലേ? ഉമ്മ അതിനിപ്പോ ഇല്ലല്ലോ, മരിച്ചുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ മുരളിക്ക് വല്ലാത്ത വേദന തോന്നി. എനിക്കറിയില്ലായിരുന്നു. കരയണ്ട, അത് വിട്. ഇഷ്ടമുള്ള കാര്യം ഒഴിവാക്കുന്ന ഉമ്മയ്ക്ക് സഹിക്കുമോ? അടുത്ത ആഴ്ച ഇവിടുത്തെ പുതിയ ലൈബ്രറി ഉദ്ഘാടനത്തിന് കവി KP സുരേന്ദ്രൻ വരുന്നുണ്ട്. അന്നത്തെ പ്രോഗ്രാമിൽ ഐഷ പാടണം. എനിക്ക് പറ്റില്ല, ആളുകളുടെ മുമ്പിലൊന്നും ഞാൻ പാടിയിട്ടില്ല. മുരളി അവിടെ തൊട്ടടുത്ത് നിന്നു. എന്നെ പേടിയുണ്ടോ ഐഷക്ക്? പേടിയായിരുന്നു, ഇപ്പൊ ഇല്ല. എനിക്ക് വേണ്ടി പാടുന്നതിൽ പ്രശ്നമുണ്ടോ? അത് ഇല്ല. അത് ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് വേണ്ടിയാണെന്ന് കരുതി പാടിയാൽ മതി. ഞാൻ മാത്രമല്ല, ഐഷയുടെ ഉമ്മ കൂടി സന്തോഷമാവും. ആൾ കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല. എന്ത് പറ്റില്ലേ? ഞാൻ ഏത് പാട്ടാ പാടണ്ടേ? ഏതാ ഏറ്റവും ഇഷ്ടം? ഉമ്മ പാടിയിരിക്കുന്ന ഒരു താരാട്ട് പാട്ട് മതി. ഈ ശബ്ദത്തിൽ ഏതായാലും പ്രശ്നമില്ല. അവൻ പുഞ്ചിരിച്ചു. ഒന്നിപ്പോ എനിക്ക് പാടിത്തരാമോ? ഇപ്പോഴോ? അതിനെന്താ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഐഷ ഒന്ന് ആലോചിച്ചു. പിന്നെ അവനെ നോക്കാതെ പതിയെ പാടി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ആ പാട്ടിൽ മുഴുകി നിൽക്കുകയാണ്. പാടി മുഴുമിപ്പിച്ച് അവൾ നോക്കുമ്പോൾ അവന്റെ മിഴിനീർ തുള്ളികൾ ഡെസ്കിൽ പതിഞ്ഞിരുന്നു. എന്തു പറ്റി ഏട്ടാ, എന്തിനാ കരയുന്നേ? അവൾ വേവലാതിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഐഷ, പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം അമ്മ മരിച്ചു. എല്ലാവരും പറയും എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന്. അതുകൊണ്ട് കാലിൽ ചങ്ങലയൊക്കെ ഇട്ടിരുന്നു. പക്ഷെ പാവ എന്നെ മടിയിക്കെടുത്ത് ഇതുപോലെ പാട്ടുപാടി തരും. മറ്റുള്ളവരെ പോലെ എനിക്ക് അമ്മയെ പേടിയില്ലായിരുന്നു. ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ ഒടുക്കം സാരിയിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. അതിൻ്റെ തലേന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. അതെന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഓമന തിങ്ങൾക്കിടാവ് പാടി എന്നെ ഉറക്കിയതാ. പക്ഷെ ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ കണ്ടത് തൂങ്ങിയാടുന്ന അമ്മയാ. അവൻ ഷർട്ടിന്റെ തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. പിന്നെ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. അവനെ ചേർത്ത് പിടിച്ച് വിഷമിക്കലേട്ടായെന്ന് ആശ്വസിപ്പിക്കാൻ മനസ്സ് തുടിക്കുന്ന എന്തിനാണെന്ന് ഐഷയ്ക്ക് അറിയില്ലായിരുന്നു. പൂവിൽ നീറഞ്ഞ മധുവോ തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.